നമസ്കാരം. ഈ വീഡിയോയിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മലയാളികളെ ലോകം കാണിച്ച ഒരു മഹാനായ യാത്രക്കാരൻ പറഞ്ഞു, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ചെയ്യാനാണ്. രണ്ടാമത്തെ കാര്യം, നമുക്കൊക്കെ അറിയാം, ഒരുപാട് മതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് മതങ്ങൾ, പല മതങ്ങൾ. അതിലേത് മതമാണ് ശരി? ഈ മതങ്ങളെല്ലാം കറക്റ്റാണോ? ഈ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്, മതങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്നത് ശരിക്കും തെറ്റല്ലേ? ഒരു മതം ഉണ്ടായാൽ പോരെ, ഒരു ദൈവം ഉള്ളെങ്കിൽ ഒരു മതം ഉണ്ടായാൽ പോരെ. അപ്പൊ അതിന്റെ വാസ്തവം എന്താണ്? അതിന്റെ ഉത്ഭവം എങ്ങനെയാണ്? അടുത്തത്, നിരീശ്വരവാദികളെ ഒരുപാട് പേര് ചോദിക്കുന്ന അല്ലെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പലതവണയായിട്ട് പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു ചെറിയ കാര്യം, എന്നാൽ അത് വളരെ വലുതാണ്, വലിയ ഉത്തരം വേണ്ടി വരുന്ന ദൈവമുണ്ടോ? ദൈവമില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടി. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. മലയാളികളെ ലോകം ചുറ്റിക്കാണിച്ച പ്രശസ്തനായ ഒരു യാത്രക്കാരൻ. അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു താല്പര്യവും ബഹുമാനവും ഒക്കെ അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ക്ലാരിറ്റിയുള്ള ഉത്തരങ്ങൾ, വളരെ നല്ല മികച്ച സംഭാഷണങ്ങൾ. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണെന്ന് കേരള ജനത അദ്ദേഹത്തിന് ഒരു പേര് നൽകി കൊടുത്തിരുന്ന ഒരു കാലം. അങ്ങനെ ആളുകളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ക്ഷമയോടെ താല്പര്യത്തോടെ ആളുകൾ കേട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ചെയ്യാനാണ്? ചില ബിംബങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി തകരുകയാണ്. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ തോന്നി. പിന്നെ അദ്ദേഹത്തെ പോലൊരു ആളോട് അദ്ദേഹം സ്വയം ചെറുതാകുന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുന്നതെന്ന് ഓർത്ത് പറയാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ ക്ലാസ്സിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞതിൽ എന്താണ് കാര്യം? ചോദിച്ചു പിടിച്ചപ്പോഴാണ്, ഇവർ സ്കൂളിൽ പഠിക്കുന്ന ഒരു 10-16 കുട്ടികളുണ്ട്. അത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇപ്പം ഇവർ കൂട്ടുകാരെല്ലാം അവരുടെ നല്ല കമ്പനിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഈ യാത്രക്കാരൻ്റെ ഈ ഒരു പ്രസ്താവന കേൾക്കുന്നത്. അങ്ങനെ കേട്ടപ്പോൾ അവർ ആരാധനയോടെ കരുതിയിരുന്ന ഒരു മനുഷ്യൻ, അവർ വഴികാട്ടിയായി കണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം കുറയാൻ തുടങ്ങി. ശരിയാണല്ലോ, ഇദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് വിചാരിച്ച് ഇവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ദൈവമില്ല എന്ന തരത്തിൽ നിരീശ്വരവാദം പ്രവർത്തിക്കുക, അതാണല്ലോ ഏറ്റവും വലിയ. മനുഷ്യൻ അന്ധമായി ഒരു സാധനത്തെ വിശ്വസിക്കുന്നതാണല്ലോ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അതായത് ദൈവം ഉള്ള ഒരു സംഭവത്തെ ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അന്ധവിശ്വാസം വേറെ എന്താണ്? അപ്പൊ അങ്ങനെ ഒരു വലിയ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് നിരീശ്വരവാദത്തിലേക്ക് ഈ കുട്ടികളുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണയ്ക്ക് ഇടയാകുന്നവന് അതിലും നല്ലത് അവൻ്റെ കഴുത്തിൽ തിരികല്ല് തെറ്റി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതാണ്. എത്രയോ ആഴമേറിയൊരു വചനമാണ്. കാരണം നമ്മൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കരുത്. 100% ഉറപ്പില്ലാത്തൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് മറ്റുള്ളവരുടെ ഉതപ്പിന് കാരണമാക്കരുത്. കാരണം നമുക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളെ വഴിതെറ്റിക്കുന്നതിനാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണം. അതിനുള്ള ശ്രമങ്ങൾ എടുക്കുക. നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയാലും, നീ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്ത് ഈ ലോകം മുഴുവൻ കാണിച്ചാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് പിന്നെ എന്ത് പ്രയോജനം? അപ്പം അതൊക്കെ പ്രത്യേകം ഒന്ന് മനസ്സിലോർക്കുക. നമ്മൾ ലോകം കണ്ടുകൊണ്ട് മാത്രമായില്ല, ഈ ലോകം മുഴുവൻ ചുറ്റി നടന്നുകൊണ്ടായില്ല, ഈ ലോകം സൃഷ്ടിച്ച ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ ഭൂമിയിൽ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഇവിടെ തിന്മ ചെയ്തപ്പം ദൈവം സ്പോട്ടിൽ ശിക്ഷ കൊടുത്തില്ല. സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ ദൈവം തീരുമാനിക്കുക ഇയാളെ അങ്ങ് തീർത്താക്കാം, ഇയാൾ എനിക്കെതിരെ സംസാരിക്കേണ്ടത് തീരുമാനിച്ചാൽ അങ്ങനെ ആകില്ല. പക്ഷെ ഒരിക്കലും ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മളെ സ്പോട്ടിൽ ശിക്ഷിക്കുന്ന, അല്ല നോക്കിയിരുന്ന് ശിക്ഷിക്കുന്ന ഒരാളല്ല. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരായിട്ട് അല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ ആ മക്കളെ കൊന്നുകളയാണ് നിങ്ങൾ ചെയ്യുക. അല്ലെ ആ മക്കൾ നശിച്ചു പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് പെരുമാറുകയാണോ? സ്പോട്ടിൽ അവനെ ശിക്ഷിക്കുകയാണോ? ഒന്നുമല്ല. നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ അവർ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവം അങ്ങനെയാണ്, സ്നേഹനിധിയായ ദൈവമാണ്. നമ്മൾ പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത ദൈവമാണ് നമുക്ക്. ആ ദൈവത്തെ തിരിച്ചറിയാതെ വെറുതെ ആ ദൈവത്തിനെതിരെ സംസാരിച്ച് നമ്മളെ വിശ്വാസത്തിലേക്ക് വളർന്നു വരുന്ന കുഞ്ഞു മക്കളെ അവരെ വഴിതെറ്റിച്ചു വിടാനുള്ള കാരണം നിങ്ങളാകരുതെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ പറയാൻ പോകുന്നത് മതങ്ങൾ എങ്ങനെ ഉണ്ടായി? പല മതങ്ങൾ, ഈ പല ഈശ്വരന്മാർ, പല ദൈവങ്ങൾ, അങ്ങനെയുള്ള വിശ്വാസങ്ങൾ എങ്ങനെ ഉണ്ടായി? ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നത് കേട്ടു, നിങ്ങൾ ഒരു മതത്തെ വിശ്വസിക്കുന്നു, ബാക്കി എല്ലാ മതത്തെയും നിങ്ങളുടെ മതവിശ്വാസം കാരണം തള്ളിക്കളയുന്നു. ഞങ്ങൾ നിരീശ്വരവാദികൾ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു മതത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു, അത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഏത് കാരണം കൊണ്ടാണോ മറ്റു മതങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു മതത്തെ വിശ്വസിക്കുന്നത്, ഞങ്ങൾ അതേ കാരണം കൊണ്ട് ഞങ്ങൾ ആ മതത്തെയും ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ തള്ളിക്കളയുന്നു. അതായത്
ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ അപ്പനും അമ്മയും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചതിന് ഫലമായിട്ടാണ് ഞാൻ ഉണ്ടായത്. ഞാൻ അങ്ങനെ എൻ്റെ അപ്പനും അമ്മയെ സ്നേഹിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നു. അതുപോലെ പലരും വിശ്വസിച്ച് പോകുന്നു. എന്നാൽ ചിലർ വന്ന് ഞാൻ പറയുകയാണ്, ഞാൻ അപ്പനും അമ്മയും ഇല്ലാത്തവനാണ്. കാരണം ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന അപ്പനും അമ്മയും ബാക്കിയുള്ളവരുടെ അപ്പനും അമ്മയും നിങ്ങളുടെ അപ്പനും അമ്മയായിട്ട് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയെ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളുടെ എല്ലാ അപ്പനും അമ്മയെ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അപ്പനില്ല, തന്തയില്ല, മക്കളുടെ അമ്മയില്ല, അങ്ങനെ വളരുന്നതെന്ന് പറയുന്നത് എന്തൊരു വിചിത്രമായ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് ഈ പറയുന്നത്. ആദ്യമേ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം, മതങ്ങൾ ഉണ്ടായത് മനുഷ്യന്റെ ദൈവാന്വേഷണത്തിന്റെ ഭാഗമായാണ്. മതങ്ങൾ, അതായത് സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ കാണാനായിട്ട് ഒരുപാട്, ആ ദൈവത്തെ എത്താനായിട്ട്, ആ ദൈവത്തെ അറിയാനായിട്ട് അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ ഫലമായി അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അത് നമ്മൾ ഒന്ന് ഓർക്കണം, ഈ ലോകം മുഴുവനുള്ള ജനതയ്ക്കെല്ലാം ഒരേ സംസ്കാരമല്ല, പല സംസ്കാരങ്ങളിലാണ് അവർ വളരുക. അപ്പൊ അങ്ങനെ പല സംസ്കാരങ്ങളിൽ ജീവിച്ച ആളുകൾ ദൈവത്തെ കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചു. അവർ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ ദൈവം അവർക്ക് സ്വയം വെളിപ്പെടുത്തി, മറ്റു സ്ഥലത്ത് അവർ ദൈവത്തെ കണ്ടെത്തി ഇതാണ് ദൈവമെന്ന് അവർ മനസ്സിലാക്കി ആ രീതിയിൽ പോയി. അപ്പൊ അങ്ങനെ അവരുടെ സംസ്കാരവും അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി രൂപീകരിച്ചതാണ് മതങ്ങൾ. ഈ മതങ്ങളൊന്നും മറ്റൊരു മതത്തെ ഇല്ലാതാക്കാൻ പറയുന്നില്ല. ഒരു മതവും പറയുന്നില്ല, ഹിന്ദു മതമാകട്ടെ, ക്രിസ്തു മതമാകട്ടെ, മുസ്ലിം മതമാകട്ടെ, ഇതൊന്നും മറ്റു മതത്തെ നശിപ്പിച്ച് ഈ മതം മാത്രം പറയണം എന്നൊരിക്കലും പറയാറില്ല. കാരണം എന്താണ്? മതങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്കാണ്. അവനെ പാപത്തിൽ നിന്ന് പിന്തിരിക്കാൻ, അവൻ സ്നേഹത്തോടെ വളരാൻ, സമൂഹത്തിൽ സാമൂഹ്യ ജീവിയായി, സമൂഹത്തിന് നന്മയായി, സാമൂഹ്യ തിന്മകളെ എതിർത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ഓരോ മനുഷ്യനെയും പ്രേരിപ്പിക്കുന്നതാണ് മതങ്ങൾ. അല്ലാതെ മതങ്ങൾ ഒരിക്കലും യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ലോകമഹായുദ്ധങ്ങൾ, ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഇത് മതങ്ങൾ കാരണമല്ല, ഈശ്വരവിശ്വാസം കാരണം. ഈശ്വരവിശ്വാസം മനുഷ്യനെ സ്നേഹം പകരാനുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ ഇപ്പം ഞാൻ പറയാം, നമ്മൾ വാഹനങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനാണ്? മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടിയാണ്, യാത്ര ചെയ്യാനും കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ചില വണ്ടികൾ, ചിലര് ആ വണ്ടി ഇടിച്ച് ഒരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വണ്ടിയുടെ കുഴപ്പമാണോ, അത് ആ ഓടിച്ചയാളുടെ കുഴപ്പമാണ്. ഇതുപോലെ തന്നെയാണ് മതങ്ങളിൽ മതഭ്രാന്തി പിടിച്ച ചിലരുണ്ട്, മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാത്തവർ. അവരുടെ മതം അല്ലാതെ മറ്റൊരു മതം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പെരുമാറാറുണ്ട്, അല്ല അതിന്റെ പേരിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് മതത്തിന്റെ പ്രശ്നമല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ അപ്പനും അമ്മയും ഏറ്റവും നല്ലതാണ്, എനിക്ക് ഈ ലോകത്ത് ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും നല്ല വ്യക്തികൾ എൻ്റെ അപ്പനും അമ്മയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ അപ്പനും അമ്മയും ഒന്നും മോശമാണെന്നല്ല. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ഏറ്റവും വലുതാണ്, ഏറ്റവും നല്ലവരാണ്. ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അപ്പനെ അമ്മയെ ഞാൻ ബഹുമാനിക്കും. അവരെ ഞാൻ ഒരിക്കലും അനാദരിക്കുകയില്ല, അവരെ കാണുമ്പോൾ ഞാൻ അവഹേളിക്കുകയില്ല. കാരണം എന്താണ്? അപ്പൻ്റെ അമ്മയുടെ വില എനിക്കറിയാം. അതുപോലെ തന്നെയാണ് സ്വന്തം മതത്തെ ഇഷ്ടപ്പെടുന്ന, സ്വന്തം മതത്തെ ബഹുമാനിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും അവരുടെ മതത്തെ അപമാനിക്കില്ല, മതത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കില്ല. കാരണം എന്താണ്? മതങ്ങൾ ദൈവത്തെ മനുഷ്യന് കണ്ടെത്താനുള്ള മാർഗമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അപമാനിക്കില്ല. ഇനി ലാസ്റ്റ് വൺ, ദൈവമുണ്ടോ? ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. നമ്മളൊക്കെ പറയും നമ്മളുടെ ചിന്താഗതി കാരണം ചിലതൊക്കെ സംഭവിക്കും, നമ്മളുടെ ഭയങ്കരമായ തീവ്രമായ വിശ്വാസം കാരണം ചിലപ്പോൾ സംഭവിക്കുന്ന മനുഷ്യൻ്റെ തോന്നലാണ് എന്നൊക്കെ പറയുമ്പോൾ 5 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. എൻ്റെ കുഞ്ഞ് അന്നേരം 1 മാസം പ്രായമായില്ല. ഇപ്പം മൂത്തവന് 6 വയസ്സായതേ ഉള്ളൂ. അവൻ ഫെബ്രുവരി മാസമാണ് ഉണ്ടായത്. ഇത് ജനുവരി 24-ാം തീയതി അതിരമ്പുഴ തിരുനാളിന് വെടിക്കെട്ട് നടക്കുകയാണ്. വളരെ ഫേമസ് ആയ വെടിക്കെട്ടാണ്. അപ്പോൾ ആ വെടിക്കെട്ടിന് അവൻ 1 വയസ്സാകാനായിട്ട് 1 മാസം കൂടി മിച്ചമുണ്ട്. ആ സമയത്ത് ഞാൻ അവനെയായിട്ട് 24-ാം തീയതി വെടിക്കെട്ട് കാണാനായിട്ട് അതിരമ്പുഴ പള്ളി ചെന്നു. അപ്പോൾ വെടിക്കെട്ടൊക്കെ കണ്ട് 10 മണിയൊക്കെ ആയപ്പോൾ വെടിക്കെട്ട് തീർന്നു. കൊച്ച് ആദ്യത്തെ പടക്കം പൊട്ടിയപ്പോൾ തന്നെ കൊച്ച് കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മാലപ്പടക്കങ്ങളൊക്കെ ആകുമ്പോൾ കൊച്ച് ഭയങ്കര കരച്ചിലാണ്. ഞാൻ അവൻ്റെ കരച്ചിൽ നിർത്താനായിട്ട് പഠിച്ച പണി വരട്ട് നോക്കി, അവൻ കരച്ചിൽ നിർത്തുന്നില്ല, അവൻ ഞെട്ടി കരയുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവനെ തോളലിട്ട് പലതവണ ആശ്വസിപ്പിച്ചു. അവൻ്റെ ദേഹത്ത് ചെറുതായിട്ട് ചൂട് വരാൻ തുടങ്ങി. എന്തായാലും 25-ാം തീയതി അടുത്ത തിരുനാളുള്ള ദിവസത്തോടെയാണ് ഞങ്ങൾ അധികം വൈകാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റായി. കൊച്ച് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് വീണ്ടും കരച്ചിലാണ്. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ കൊച്ചിന് ഭയങ്കര ദേഹം മുഴുവൻ നല്ല ചൂട്, കൊച്ച് ഭയങ്കര കരച്ചിൽ. എനിക്ക് കൊച്ചിനെ ആയിട്ട് കടന്നിട്ട് പ്രശ്നമാകും. അപ്പം ഞാൻ ICUലേക്ക് പോയാലോന്ന് ആലോചിച്ചു. ഇപ്പോൾ ഈ സമയത്ത് പോയാൽ ആരെങ്കിലുമൊക്കെ ഡോക്ടറാണ്, ഞാനെന്നാൽ പോകാം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഞാനും വൈഫും കൊച്ചിനെ ആയിട്ട് റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ചു, കൊച്ച് ഞെട്ടിയതാണല്ലോ. അതുകൊണ്ട് എന്താ കാര്യസോനിൽ അന്ന് ഇപ്പം മരിച്ചുപോയി നമ്മുടെ അനീഷ് മുണ്ടിയാനിക്കലച്ഛൻ. ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛാ കൊച്ച് ഇങ്ങനെ വന്ന് ഭയങ്കര കരച്ചിലാണ്, ഞങ്ങളിപ്പോൾ ആശുപത്രിയിലേക്ക് പോകാനായിട്ടോട് പോവാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ? അച്ഛൻ പറഞ്ഞു അതിനെന്താ ജോബി, വേഗം പോര്. അച്ഛൻ ഉടനെ തന്നെ എന്നെ വിളിച്ച് ആ 2-2:15 അച്ഛൻ കാര്യസോന്റെ ഗേറ്റ് തുറന്ന് അച്ഛൻ വെളിയിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ ഒരു വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, വലിയൊരു അത്ഭുതം എന്നാന്ന് വെച്ചാൽ, അച്ഛൻ ആ കുട്ടിയുടെ, എൻ്റെ മകൻ്റെ തലയിൽ കൈവച്ച സമയം അവന് 11 മാസം പ്രായമായതേ ഉള്ളൂ, അവൻ്റെ കരച്ചിൽ തീർന്നു. അതുവരെ ഇങ്ങനെ കരച്ചിലായിരുന്നു കൊച്ച്, കരച്ചിൽ തീർന്നു. അച്ഛൻ തലയെ കൈവച്ച് നന്നായിട്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് ഹന്നാമ്പള്ളവും തളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിലൊന്നും പോകണ്ട, ധൈര്യമായിട്ട് വീട്ടിൽ പോകും.
എനിക്കെന്നാലും ഒരു സംശയം, കൊച്ചു കരച്ചിലൊക്കെ നിർത്തി എങ്കിലും അച്ഛൻ പറഞ്ഞാലേ ഞാൻ ധൈര്യമായിട്ട് വീട്ടിൽ ചെന്ന് ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി കൊച്ചിനെ കടത്തുന്ന സമയത്ത് അവന്റെ ദേഹത്ത് ഒരു ചൂട് പോലും ഇല്ല, ക്ലിയറായി, ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ. അതായത് ഓർക്കണം, ഒരു 9 ആയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇതൊരു 2:15 വരെ, 2-2:30 വരെ ഈ സംഭവം തുടർന്നുകൊണ്ടിരുന്നു. ആ സമയം വരെ ഉണ്ടായിരുന്നത് ഒരു വൈദികന്റെ കൈവപ്പ് വഴി മാറി. ഇത് വിശ്വാസത്തോടെ, എന്റെ വിശ്വാസം കാരണമല്ല കൊച്ചിനെന്ന് മാറിയത്, അത് കൊച്ചിന് വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാം, ആ 11 മാസമുള്ള കുട്ടിയുടെ ദേഹത്ത് അവിടെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അവിടെ ഒരു ദൈവം ഇല്ലേ? ഈ പുരോഹിതൻ വിശ്വസിക്കുന്നത് ആരാണ്? ആ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് പുരോഹിതൻ അവിടെ കൈവപ്പ് ശുശ്രൂഷ നടത്തുന്നത്. അപ്പൊ ഇതൊന്നും അറിയാൻ മേല, ഒരു ഇതുമില്ലാതെ ചുമ്മാ ആകാശത്തേക്ക് വെടിവെച്ച് ഒച്ച മാത്രമേ കേൾക്കുള്ളൂ, അല്ല ഇതില്ല, നിനക്ക് വേദന ഉണ്ടോ കാണിക്കാൻ പറ്റത്തില്ല, നിനക്ക് സന്തോഷമുണ്ടോ കാണിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സുഹൃത്തെ, അത് നിനക്ക് അനുഭവിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ അടുത്ത് വരണം, ദൈവം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊന്നുമില്ല, ചുമ്മാ അപ്പുറത്തിരുന്ന് ദൈവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളെപ്പോലുള്ള വളരെ ബുദ്ധിമാന്മാരായ, വളരെ ലോകം കണ്ട ആളുകളോടൊന്ന് പറയുകയാണ്, ദയവായി ഇത്തരമുള്ള ഈ തെറ്റായ ചിന്തകൾ നിങ്ങൾ ഈ കുഞ്ഞു മനസ്സുകളിലേക്ക് വിഷം വെച്ച് വെക്കാനായിട്ട് ഇറക്കി വിടരുത് എന്ന് ദയവായി താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.